ഒമ്മാളെ ഇതാണ്ടാ പടം. വെല്ലുവിളിക്ക് ഏതൊരു അന്യഭാഷ നടനെ ഒരു റീ റിലീസ് ചെയ്തിട്ട് ഇത്രയും ഒരു ക്രൗഡ് ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ വെല്ലുവിളിക്ക് അപ്പൊ ഞാൻ വിജയ് ഫാന് വിടും. തിയേറ്ററിന്റെ ഫ്രണ്ട് നിന്നിട്ട് വൺ ഡാൻസ് ആണ്, ഞാൻ ഉടുപ്പ് ഊരിക്കുന്ന ഡാൻസ് അടിപൊളി. ഷോർട്ട് ഓപ്പിക്ക് ഒരു നല്ല റീ റിലീസ് വീണ്ടും കാണാൻ പറ്റി. ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ഇല്ലല്ലോ എന്നുള്ളൊരു വിഷമത്തേ ഉള്ളൂ. അങ്ങനെ ആദ്ലി സംവിധാനം ചെയ്ത വിജയ് നായനത്തെ 2017 റിലീസായ മെറസൽ ഇന്ന് റീ റിലീസ് വന്നിരിക്കണം. അപ്പോൾ ഈ സിനിമ എങ്ങനെ ചോദിക്കേണ്ട ഏതൊരു ആവശ്യമില്ല, സിനിമ തിയേറ്റർ എക്സ്പീരിയൻസ് എങ്ങനെയാണെന്ന് കണ്ട പ്രേക്ഷകർ ചോദിച്ചു നോക്കാം. അടിച്ച് പൊളിച്ച് എക്സ്ട്രീം ഡോപ്പമിൻ ഹിറ്റ്. തിയേറ്ററോടെ ഉണ്ടോ? തിയേറ്റർ കുറെ പേരൊക്കെ എല്ലാരും ഇളകി മറിഞ്ഞു. സൂപ്പർ ആയിരുന്നു. അടിച്ചു പൊളിച്ചോ? അടിച്ചു പൊളിച്ച് ആദ്യമായിട്ടാണ് ബിഗ് സ്ക്രീനിൽ കാണുന്നത്. കണ്ടില്ലായിരുന്നു, ഇപ്പൊ സൂപ്പറായിരുന്നു. ഒമ്മാളെ ഇതാണ്ടാ പടം. എക്സ്പീരിയൻസ് ആയിട്ടൊന്നും പറയില്ല ബ്രോ, എപ്പോഴും നമ്മൾ കണ്ട പടം തന്നെയല്ലോ. അത്ര തന്നെ, പിന്നെ അത്രേ ഉള്ളൂ. കണ്ടില്ലേ, പൊളന്നളഞ്ഞ് തിയേറ്റർ ഞാൻ രണ്ടാക്കി കളഞ്ഞ്. കിളിയാൻ വൈബായിരുന്നു. വെട്രിമാരൻ തന്നെ അതിൽ സംശയമുണ്ടോ? വെട്രിമാരൻ തന്നെ, വെട്രിമാരൻ തന്നെ അതിലാ മെയിൻ. അടിപൊളി അടിപൊളി. ഇറങ്ങിയ സമയത്ത് കാണാൻ പറ്റിയിരുന്നു 2017. അതെ അതെ കണ്ടതാ. ഒന്നുകൂടെ കണ്ടപ്പോ അടിപൊളിയായിരുന്നു, നല്ലായിരുന്നു. അടിച്ചു പൊളിച്ചായിരുന്നോ? പിന്നെ ഒരു രക്ഷയല്ല. ഫാൻ ബോയ് സംഭവമൊക്കെ 2017 നമ്മൾ ചെയ്ത് കഴിഞ്ഞു. കുറെ ഗെറ്റപ്പ് ഇട്ടുകൊണ്ട് നടന്നിട്ട് ഒരു കാര്യമില്ല. ഫാൻ ബോയ് സംഭവം തിയേറ്റർ തീന്ന് സാധനം തീന്ന് ഇനി സീറ്റൊക്കെ പിറക്കി എടുത്തോണ്ട് പോകണ്ടേ. ട്രിപ്പിൾ ആക്ഷൻ ആണ്. അത് ഉറപ്പായിട്ട് സി എം തന്നെയാണ്. കേരളത്തിൽ ഒരു അന്യഭാഷ നടന് ഇതുപോലെ ഒരു റീ റിലീസ് നടന്ന് ഇത്രയും ഒരു ക്രൗഡ് വരണമെങ്കിൽ ആദ്യം തളപതിക്ക് മാത്രമേ ഉള്ളൂ. വെല്ലുവിളിക്ക് ഏതൊരു അന്യഭാഷ നടന് ഒരു റീ റിലീസ് ചെയ്തിട്ട് ഇത്രയും ഒരു ക്രൗഡ് ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ വെല്ലുവിളിക്ക് അപ്പൊ ഞാൻ വിജയ് ഫാന് വിടും. 2017 കണ്ട അതേ ഫീൽ ഒരു കുറവുമില്ല, അതേ ഫീൽ തന്നെയാണ്. ജേഴ്സി മാറിയെന്നേ ഉള്ളൂ, പക്ഷെ അണ്ണൻ മാറിയിട്ടില്ല. തളപതി അണ്ണ അഡ്വാൻസ് ഹാപ്പി ബർത്ത്ഡേ അണ്ണ. 2026 നിങ്ങൾ സി എം ആവണം എന്തായാലും. ഒന്നും പറയില്ല. അടിച്ചു പൊളിച്ചോ? ഓ, എല്ലാരും ഡാൻസ് കളിച്ചു. 2017 നമ്മൾ എങ്ങനെ കണ്ടോ അതേ വൈബ്, അതേ ലെവല്. അന്നത്തെ പോലെ തന്നെ ഇതിലും വെട്രിമാരൻ തൂക്കി. വെട്രിമാരന്റെ ഓരോ സീൻസിലും അന്നത്തെ പോലെ തന്നെ ഇതിൽ തൂക്കി. ഇത്തവണ ആലപ്പുഴ സമയം പാട്ട് വന്നപ്പോൾ എല്ലാവരും തിയേറ്ററിന്റെ ഫ്രണ്ട് നിന്നിട്ട് വൺ ഡാൻസ് ആണ്, ഞാൻ ഉടുപ്പ് ഊരിക്കുന്ന ഡാൻസ്. എല്ലാവരും വൈബ്. അന്ന് ഞാൻ കണ്ടത് ശ്രീ പത്മനാഭ തിയേറ്ററിലായിരുന്നു. ഇന്ന് ഏരിയസ് പ്ലസ് കണ്ടപ്പോഴും ആ ഒരു വൈബ് തന്നെ, അതേ വൈബ് തന്നെ. പക്ഷെ ഇന്ന് അതിനെക്കാട്ടി ഹൈ വൈബായിരുന്നു. സൂപ്പറായിരുന്നു. 3 വിജയം ഉണ്ടായിരുന്നു, അടിപൊളിയായിരുന്നു, സൂപ്പറായിരുന്നു. ഹിറ്റാവും. പടം അടിപൊളിയാണല്ലോ, നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അത്ര നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പ്രത്യേകിച്ച് ഫാൻസുകാർ വീണ്ടും ഒരു റീ റിലീസ് കാണാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷം. ഫസ്റ്റ് റിലീസ് ചെയ്ത തിയേറ്ററിൽ പോയി കാണാൻ പറ്റിയില്ലായിരുന്നു. ഇപ്പോൾ കാണാൻ പറ്റിയത് വളരെ ഭയങ്കര സന്തോഷം. കാരണം നമ്മൾ സീറ്റിലൊന്നും ഇരിക്കേണ്ട ആവശ്യമില്ല, നമ്മളിങ്ങനെ ഡാൻസ് കളിച്ച് മൊത്തത്തിൽ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അടിപൊളി. ഷോർട്ട് ഓപ്പിക്ക് ഒരു നല്ല റീ റിലീസ് വീണ്ടും കാണാൻ പറ്റി. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. തിയേറ്ററൊക്കെ അടിച്ച് പൊളിച്ചോ? തിയേറ്ററൊക്കെ നല്ലതായിരുന്നു, നല്ല വൈബായിരുന്നു. പിന്നെ എന്തൊരു പറയാ, എല്ലാം ഡാൻസ് കളിച്ച് ആർമാദിച്ച് എല്ലാം ചെയ്തു. തിയേറ്ററിൽ അടിച്ച് പൊളിച്ചായിരുന്നു? കണ്ടായിരുന്നു. ഇപ്പോഴും അതിൻ്റെ ഒരു അതേപടിയുണ്ട്. ഒന്നും പറയാമല്ലോ, എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നില്ല. അത്രയും ഭയങ്കര സന്തോഷമാണ്. ഇനി ഇതുപോലെ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ഇല്ലല്ലോ എന്നുള്ളൊരു വിഷമത്തേ ഉള്ളൂ. ഗോട്ടിൻ്റെ ക്ഷീണമൊക്കെ മാറി. അടിപൊളിയായിരുന്നു.